എല്ലാവർക്കും നമസ്കാരം, ഞാൻ ആൽഫ. ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നു ഞങ്ങൾ ആർ രാജശ്രീ എഴുതിയ ആദ്രേയകം എന്ന നോവലിനെ കുറിച്ചാണ് പറയുന്നത്. മഹാഭാരതത്തിലെ അധികം അടയാളപ്പെട്ടിട്ടില്ലാത്ത കഥാ അടരുകളിലൊന്നിനെ ഉപയോഗപ്പെടുത്തിയാണ് നോവലിസ്റ്റ് ഇത് എഴുതിയിരിക്കുന്നത്. ആദ്യ നോവലായ കല്യാണിയെന്നും ദാക്ഷായണിയെന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു രചനാഭൂമികയിലെത്തുമ്പോൾ മനുഷ്യന്റെ വേദനകൾ കൂടുതൽ പക്വതയോടെയും നിർമ്മമതയോടെയും കാട്ടിത്തരാൻ ആർ രാജശ്രീക്ക് സാധിക്കുന്നുണ്ട്. 71 അധ്യായങ്ങളിലായി നാം പരിചയപ്പെടുന്ന ഇതിഹാസകഥാപാത്രങ്ങൾ ഓരോരുത്തരും ജീവിതസാരം പങ്കുവെക്കുന്ന പുതിയ പാഠങ്ങളായി മാറുന്നുണ്ട്. ആധുനിക മനുഷ്യജീവിതത്തിന്റെ പരിസരത്തിലേക്ക് പാലം പണിയുന്നുണ്ട് ഓരോ കഥാപാത്രവും. അകലങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവർ, ചതിക്കും ഒറ്റിനും വിധേയരായവർ, അധികാരത്തിന്റെ ക്രൂരമായ താടനം ഏറ്റുവാങ്ങേണ്ടി വന്നവർ എല്ലാം അതിലുണ്ട്. നിരമിത്രനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ വിശ്വാസത്തിലേക്ക് പിടിച്ചുകയറാൻ ലഭിച്ച ഒരു നൂലിഴയായിരുന്നു ആദ്രേയകം. അധികാര കാമനകളുടെ കൗട്ടില്യമാർന്ന വഴികൾ ഒരു ഭാഗത്തും കാരുണ്യം നിറഞ്ഞ അറിവിന്റെ ജനകീയമായ കൈവഴികൾ മറുഭാഗത്തുമായി ഒഴുകുന്ന ഒരു കഥാപരിസരം. ഇതിഹാസങ്ങളിലൊരിടത്തും സ്ഥാനപ്പെട്ടിട്ടില്ലാത്ത ക്ഷാത്രനാഗരികയ്ക്ക് അപരിചിതമായ ആദ്രേയകം എന്ന അജ്ഞാതദേശം. രാജദ്രോഹികളും അജ്ഞാതശവങ്ങളും അശരണരും രോഗികളുമെല്ലാം കൊണ്ടുതള്ളപ്പെടുന്ന ഔഷധഗന്ധം ആധാരശ്രുതിയായ ആദ്രേയകത്തിലേക്ക് അഭയം തേടി എത്തിച്ചേരുന്ന നിരമിത്രൻ എന്ന അനാഥയുവത്വം. നിരമിത്രൻ രാജനീതിയുടെ നാനാതരം ഉപാപങ്ങളുടെയും ദുർവൃത്തയുടെയും നടുവിൽ നിസ്സഹായമായിപ്പോയ ഒരു ജന്മമാണ്. ആർ രാജശ്രീയുടെ ആദ്രേയകം എന്ന നോവലിലെ നിരമിത്രൻ ഒരു പ്രധാന കഥാപാത്രമാണ്. നോവലിന്റെ പശ്ചാത്തലത്തിൽ നിരമിത്രന്റെ സാന്നിധ്യം ആധ്യാത്മികവും തത്വചിന്താപരവുമായ മൂല്യങ്ങൾക്കു കാരണമാകുന്നു. പൗരുഷത്തിന്റെ ഘോഷാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എപ്പോഴും പിഴച്ചുപോകുന്ന, ജന്മഫലത്താൽ രാജമുദ്രകൾ മാഞ്ഞു തുടങ്ങിയ ആ അത്യപൂർവ കഥാപാത്രത്തെ മുൻനിർത്തി ധർമാധർമ്മങ്ങളും പാപപുണ്യങ്ങളുമെല്ലാം പലളവിൽ പകുത്തെടുക്കപ്പെടുന്ന ജീവിതമെന്ന പ്രഹേളികയെ പുത്തനായി വ്യാഖ്യാനിക്കുന്ന രചന. കൊന്നും വെന്നും കീഴടക്കുന്നത് സ്വന്തം നിഴലിനെ തന്നെയാണെന്ന ഉൾക്കാഴ്ചയിലൂടെ ജയം എന്ന വാക്കിന്റെ അർത്ഥത്തെ അട്ടിമറിക്കുന്ന ഈ കൃതി രാജ്യങ്ങൾ തമ്മിലും മനുഷ്യർക്കിടയിലുമുള്ള സങ്കീർണ ബന്ധങ്ങളുടെ പൊരുളന്വേഷിക്കുകയും ചെയ്യുന്നു. ആർ രാജശ്രീയുടെ ആദ്രേയകം ഒരു ആത്മീയതയുടെയും മാനസിക സംഘർഷങ്ങളുടെയും ഗഹനമായ കഥയാണ്. ഈ നോവലിൽ ദാർശനിക ചിന്തകളുടെ ആഴവും മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതയും മനോഹരമായി വിരിച്ചു കാണിക്കുന്നു. ആദ്രേയകം ജീവിതത്തിന്റെ സർഗാത്മകതയും ആത്മീയതയും ചേർന്നൊരു അനുഭവമാണ്. അത് വായനക്കാരനെ ആകർഷിക്കുകയും അവിടം നയിക്കുകയും ചെയ്യുന്നു. ഈ രചന നിർമിത്രനിൽ തുടങ്ങി വികസിച്ച് അവസാനിക്കുമ്പോൾ മനസ്സിൽ ഉറച്ചിരുന്ന ധാരണകൾ പാടെ തിരുത്തപ്പെടുകയും അപ്രധാനമായി കണ്ടിരുന്ന പലതും കനപ്പെട്ടുവരികയും ചെയ്യുന്നു. ആദ്യാവസാനം ആ വഴികളിലൂടെ ആഖ്യാനം പഴുതില്ലാതെ മുന്നേറുന്നതുകൊണ്ട് വായനക്കാരിൽ അത് വിങ്ങലുണ്ടാക്കുന്നു. വായനക്കാരെ ആശ്ചര്യപ്പെടുത്തുകയും വിഭ്രമിപ്പിക്കുകയും ഒടുവിൽ ഹൃദയത്തിലേക്കാവാഹിക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. സരമ ചൊരിയുന്ന ശാപവചനങ്ങളുടെ ദംശനമേറ്റ് തീണ്ടിയ ഭയം ഒളിഞ്ഞും തെളിഞ്ഞും തുടക്കം മുതൽ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നു. ആദ്രേയകത്തിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ നിലനിൽക്കുന്ന കഥാസന്ദർഭം അനാവരണം ചെയ്യപ്പെടുന്നു. കഥയുടെ മുഖ്യപ്രമേയം നിതാന്തവും അപ്രത്യക്ഷവുമായ ഭൂതകാലത്തിന്റെ ഓർമ്മകളിലേക്കുള്ള യാത്രയാണ്. കഥയിലെ ആഖ്യാതാവ് തന്റെ ഓർമ്മകളിലൂടെ പുനർവിചാരിക്കുന്ന ജീവിതത്തിന്റെ വിവിധ തലങ്ങൾ, പങ്കാളിത്തങ്ങളിലൂടെ മനുഷ്യന്റെ പോരാട്ടവും സമരസ്യവും വെളിപ്പെടുത്തുന്നു. നോവലിൽ വ്യക്തമായതായി മഹാഭാരതത്തിലെ പലതും മുഖ്യമായി പ്രശസ്തിയേറിയില്ലാത്ത, പക്ഷേ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. മഹാഭാരതത്തിലെ ഈറഞ്ഞണായതും വഴിവിട്ടുവന്നതുമായ ജീവിതം പുതുതായി പുനർസൃഷ്ടിക്കുകയും അതിനെ പകർന്നിടുകയും ചെയ്യുന്നു. മഹാഭാരതത്തിലെ ഒന്നിലധികം കഥാപാത്രങ്ങളെയും നോവൽ പരാമർശിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൽ പരാമർശിക്കപ്പെടുന്ന ഒന്നാണ് യക്ഷപ്രശ്നം എന്ന പ്രശസ്ത ഭാഗം. ഇതു മുഖ്യമായി മരണവും ജീവനും തമ്മിലുള്ള സമവാക്യം നേരിടുന്നതിന് ധാരാളം പ്രതീകാത്മക സന്ദേശങ്ങൾ നൽകുന്നു. മഹാഭാരതത്തിന്റെ ഓരങ്ങളിലൊരിടത്ത് ഒരു സൂചന മാത്രമായി ഒതുങ്ങി ഇരുളാർന്ന് കിടന്ന ദേശമായിരുന്നു പാഞ്ചാലത്തിന്റെ ഭാഗമായ ആദ്രേയകം. അതിൻ്റേതായ രീതികളും വിശ്വാസങ്ങളും നിയമങ്ങളും ആദ്രേയകത്തിനുണ്ട്. ഒരാളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾക്ക് മറ്റുള്ളവർ ഉത്തരവാദികളല്ലെന്നതാണ് അവിടുത്തെ ഒരു നിയമം. ചികിത്സകരുടെ ഭൂമികയാണവിടം. അതിനാൽ തന്നെ ജീവിതവും മരണവും തമ്മിൽ അവിടെ കുറഞ്ഞ അകലമേയുള്ളൂ. മരണത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്നവരുടെ ഓർമ്മകളെ പുനഃസ്ഥാപിക്കുന്ന ഇടമാണവിടം. ആത്മാക്കളുടെ താവളമാണ് അവിടത്തെ മരങ്ങൾ. അവ പുനർജനി വൃക്ഷങ്ങളത്രേ. രക്ഷയും സ്നേഹവും നിർലോഭം ലഭിക്കുന്നൊരിടം, സ്വപ്നസദൃശമായൊരിടം. അത് ആരെയും മോഹിപ്പിക്കും. ഹസ്തദിനപുരിക്കും പാഞ്ചാലത്തിനും ദശാർണത്തിനും മദ്രത്തിനും ഇടയിലെ സ്നേഹസ്ഥലി. മരങ്ങളുടെയും മനുഷ്യാത്മാക്കളുടെയും മൗനം നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു തുരുത്ത്.
നിരമിത്രന്റെ വരവോടെയാണ് ആ ഭൂമിക പുതിയ രൂപവും ഭാവവും ആർജിക്കുന്നത്. പാഞ്ചാല രാജധാനിയിൽ നിന്നും പുറത്താക്കപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് കാടകത്തെത്തിയതായിരുന്നു നിരമിത്രൻ. പാണ്ഡവർ നടത്തിയത് ധർമ്മയുദ്ധമാണെന്ന പരിചിതമായ ആഖ്യാനത്തെ നോവൽ അപനിർമ്മിക്കുന്നുണ്ട്. ആർക്കൊക്കെയോ വേണ്ടി മരിക്കുകയും കൊല്ലുകയും ചെയ്യാനെത്തിയവരായിരുന്നു യുദ്ധമുഖത്ത് ഇരുപക്ഷത്തുമുണ്ടായിരുന്നത്. അവർ ആർക്കൊക്കെയോ വേണ്ടിയാണ് യുദ്ധവിജയം ആഘോഷിച്ചതും. പാഞ്ചാല രാജാവിന് ഒരു പുത്രി മാത്രമാണുള്ളതെന്നാണ് ഞങ്ങളറിഞ്ഞതെന്ന് ആദ്യ കൂടിക്കാഴ്ചയിൽ അർജുനൻ പറയുന്നുണ്ട്. പാണ്ഡവരുടെ യഥാർത്ഥ പ്രകൃതം നിരമിത്രന്റെയും കൃഷ്ണയുടെയും നാഗന്മാരുടെയും അർജുനന്റെ പത്നിമാരുടെയും പക്ഷത്തുനിന്നുള്ള ആഖ്യാനം വഴി അനാവരണം ചെയ്യാൻ നോവലിസ്റ്റിന് കഴിയുന്നുണ്ട്. അതോടെ ആ വിഗ്രഹങ്ങൾ, കൃഷ്ണനും പാണ്ഡവരുമെല്ലാം അടക്കം പൊളിഞ്ഞു വീഴുന്നു. ധർമ്മയുദ്ധമെന്ന് വിളിക്കപ്പെടുന്ന യുദ്ധത്തിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ട് ആദ്രേയകം. വിജയം എന്ന അവസ്ഥ തന്നെ പൊളിച്ചെഴുതപ്പെടേണ്ടുന്ന ഒന്നായിത്തീരുന്നു. നോവലിൽ ധാരാളം ചോദ്യങ്ങളുണ്ടായി വന്നത് പൊളിച്ചെഴുത്തിന്റെ ഭാഗമായിരിക്കണം. സ്ത്രീയെ രാജനീതി എങ്ങനെയാണ് പരിചരിക്കുന്നത് എന്ന് നോവൽ സൂചിപ്പിക്കുന്നുണ്ട്. കുന്തി കൃഷ്ണയോട്ട് ഉപദേശിക്കുന്നത് ഇപ്രകാരമാണ്: പുരുഷൻ വിടാതെ തുടരണമെങ്കിൽ സ്ത്രീകളും ചിലത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം ശരീരമാണ്. പുരുഷന്റെ ക്ഷേത്രമാണത്. ശരീരത്തിന്റെ കാര്യത്തിൽ യമനന്റെ ഭൂമി കൈവശം വച്ചിരിക്കുന്ന പരിചാരികയാണ് താനെന്ന ബോധം വിട്ട് സ്ത്രീ പ്രവർത്തിക്കരുത്. ദുഷിച്ച ഭൂമിയിൽ എത്ര മികച്ച വിത്തുവിതച്ചാലും പടുമുള തന്നെയേ ഉണ്ടാവൂ എന്ന ഓർമ്മ വേണം. വീരശൂരപരാക്രമിയും വില്ലാളി വീരനുമായ അർജുനൻ തന്റെ പത്നിമാരോട് കാണിക്കുന്ന ക്രൂരമായ മനുഷ്യവിരുദ്ധത നോവലിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. തന്റെ വില്ലിനെ എല്ലാറ്റിനുമുപരിയായി സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന അർജുനന്റെ മനോവ്യാപാരങ്ങളും ചെയ്തികളും രാജനീതിയിലടങ്ങിയ യുദ്ധോത്സുകതയുടെയും ആണത്തഭാവത്തിനും ആവിഷ്കാരമാണ്. സൈന്യത്തെ നയിക്കാനും രാജ്യം ഭരിക്കാനും ശക്തിയാണ് വേണ്ടതെന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. ശക്തിയും ബുദ്ധിയുമല്ല, യുക്തിയാണ് പലപ്പോഴും വൻയുദ്ധങ്ങൾ ഒഴിവാക്കുക. നിരമിത്രൻ ലളിതമായ ഈ യുക്തിയിലാണ് ജീവിതത്തെ മുമ്പോട്ടു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ആദ്രേയകത്തിലെ സാധാരണ മനുഷ്യരെയും സരളമായ ഇത്തരം അവബോധങ്ങളാണ് നയിക്കുന്നത്. ചുടകനെയും ഇളയെയും ബലനെയും മറ്റും ജീവിപ്പിക്കുന്നത് അന്യജീവനുതകുന്ന വൈദ്യം എന്ന പ്രവൃത്തിയാണ്. നിരമിത്രൻ അവിടെ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. രാജനീതിയുടെ തേരോട്ടത്തിൽ ധീരതയുടെയും അലിവിന്റെയും കാരുണ്യത്തിന്റെയും ലോകമായ ആദ്രേയകം ഇല്ലാതാക്കപ്പെടുകയാണ്. മനുഷ്യരുടെ പാരസ്പര്യങ്ങളെ ദയാരഹിതമായി തച്ചുതകർക്കുന്ന രാജാക്കന്മാരുടെ മാത്സര്യത്തിന്റെയും ദുരയുടെയും അധികാരോന്മത്തതയുടെയും സൂക്ഷ്മതലത്തിലെ കഥയാണ് ആർ രാജശ്രീ ആദ്രേയകത്തിലൂടെ പറയുന്നത്. അതിനാൽ തന്നെ അത് ആത്യന്തികമായി അധികാരത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ള അധാർമികയെയും അനീതിയെയും മനുഷ്യവിരുദ്ധയെയും അടിത്തട്ടിലൂടെ സഞ്ചരിച്ച് ചോദ്യം ചെയ്യുന്ന രചനയാണ്. ആദ്രേയകം എന്ന കൃതിയിലുടനീളം വിശാലമായ തത്വചിന്തകളും മനുഷ്യജീവിതത്തിലെ അഭിമുഖീകരിക്കേണ്ട സങ്കീർണതകളും പരിചയപ്പെടുത്തുന്നു. നോവലിലെ ഓരോ സംഭവങ്ങളും ഓരോരുത്തരുടെയും ജീവിതത്തെ സ്പർശിക്കുന്ന വിഷയങ്ങളും അതിന്റെ ആധികാരികതയിൽ ഉൾപ്പെടുന്നു. ഈ കഥയിൽ ജീവിതത്തിന്റെ മഹത്വം അവതരിപ്പിക്കുന്നു. അതിനോടൊപ്പം ജീവിതത്തിൽ സങ്കീർണതകളും പ്രതിസന്ധികളും കാണിക്കുന്നുണ്ട്. ആദ്രേയകം മനുഷ്യജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളും അവിടെ അനുഭവിക്കുന്ന വികാരങ്ങളും തെളിവുകളും മറ്റും മനുഷ്യബന്ധങ്ങൾ, ആത്മീയത, ആത്മാവബോധം തുടങ്ങിയ കാര്യങ്ങൾ ചേർന്നവയാണു. ഈ നോവലിലെ പ്രമേയങ്ങളും ചിന്തകളും അതിന്റെ ആധികാരികമായ അവതരണം ഇതിനെ ഗഹനമായ ഒരു കൃതിയാക്കുന്നു. ഈ കൃതിയുടെ ആമുഖത്തുള്ള പ്രതിനിധികൾ, ചരിത്രപരമായ അനുഭവങ്ങളും ജീവിതത്തിന്റെ ദർശനപരമായ വിശകലനവും നമുക്ക് അനുഭവപ്പെടുന്ന വ്യക്തിപരമായ യാത്രകളെ പ്രതിനിധീകരിക്കുന്നു. ആദ്രേയകം നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ ഓരോന്നും കഥയുടെ പശ്ചാത്തലത്തിൽ ആഴത്തിൽ പ്രാധാന്യം വഹിക്കുന്നു. ഈ നോവലിന്റെ ആധികാരികതയിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടി ഉരുത്തിരിയുന്നുണ്ട്. അതിൽ കഥാപാത്രങ്ങൾ ഓരോന്നും തങ്ങളുടെ വ്യക്തി സ്വഭാവങ്ങളാൽ ആകർഷിക്കുന്നവരാണ്. സങ്കീർണമായ മനുഷ്യബന്ധങ്ങൾ, ആത്മാവബോധം, തത്വചിന്ത എന്നിവയെ അടിസ്ഥാനമാക്കി ഓരോ കഥാപാത്രങ്ങളും അവരുടെ അനുഭവങ്ങളെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾക്കും ചിന്തകൾക്കും പ്രാധാന്യം നൽകുന്നു. ഈ നോവലിന്റെ ആഴത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, കഥാപാത്രങ്ങളുടെ പരസ്പരബന്ധങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ആവിഷ്കാരങ്ങൾ, ആഖ്യാതാവിന്റെ മനസ്സിലെ ചിന്തകൾ എന്നിവയെ മനസ്സിലാക്കാൻ ആദ്രേയകം പ്രണയബാധവും ധ്യാനവും നിറഞ്ഞ ഒരു ഗ്രന്ഥമായി മാറുന്നു. കൃതിയുടെ മുഴുവൻ വിശദീകരണം പുസ്തകത്തിൽ വായിക്കുമ്പോഴേ പൂർണ്ണമായി അനുഭവപ്പെടുകയും ഓരോ കഥാപാത്രത്തെയും പ്രമേയത്തെയും ആഴത്തിൽ മനസ്സിലാക്കാനും സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.